ഹേയ്, റീസ്റ്റോക്ക് ചെയ്ത ഹോം ഗ്രൗ നഴ്സറിയിലുള്ള പ്ലാന്റ്സിന്റെ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. E35 ഗോൾഡൻ റംബുട്ടാന്റെ നല്ല പടന്ന് പന്തലിച്ച് നിൽക്കുന്ന 14-18 കവറിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കടവണ്ണവും നല്ല സൈസും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തത്. 850-900 റേഞ്ചിലാണ് തൈകളെ റേറ്റ് വരുന്നത്. റംബുട്ടാൻ N80ന്റെ വലിയ കവറിലെ തൈകളാണ്. അടുത്ത കൊല്ലം അടുത്ത സീസണിൽ എന്തായാലും കായ പിടിച്ച് കിട്ടാവുന്നത്ര ബുഷിയും ഹെൽത്തിയും ആയിട്ടുള്ള നല്ല കടവണ്ണല്ല നല്ല അടിപൊളി തൈകൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതും ഇതേ റേഞ്ച് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഏറ്റവും നന്നായിട്ട് കായ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് റംബുട്ടാൻ N80. അതിന്റെ വലിയ തൈകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ നഴ്സറി വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മീഡിയം പ്ലാന്റ്സുകളൊക്കെ കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു തരുന്നുണ്ട്. മാംഗോസ്റ്റിന്റെ K100 എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ വിത്ത് മുളപ്പിച്ച തൈകളാണ്. തട്ടുകളൊക്കെ വിരിഞ്ഞ 3 തട്ടുകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന നല്ല അടിപൊളി തൈകൾ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഞാവലിന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. വൈറ്റ് ഞാവൽ കുറേ കാലമായിട്ട് സ്റ്റോക്ക് കിട്ടാറില്ല, വളരെ കുറഞ്ഞ തൈകൾ എത്തിയിട്ടുണ്ട്. ഇത് ചക്കരയുടെ തൈകളാണ്. ഹോം ഗ്രൗണ്ട് മാംഗോ ചക്കര എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വരുന്ന തൈകളാണ്. അതും വളരെ കുറഞ്ഞ തൈകൾ എത്തിയിട്ടുണ്ട്. മാംഗോ കോട്ടൂർക്കോണത്തിന്റെ ഒരു ആവറേജ് പ്ലാന്റ്സുകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പുലാസാന്റെ 14-18 വലിയ തൈകൾ, ഒരു 4 അടിയൊക്കെ പൊക്കല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ, വലിയ കവറിലുള്ള തൈകൾ പുലാസാൻ കുറഞ്ഞ തൈകൾ മാത്രം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. മിൽക്ക് ഫ്രൂട്ടിന്റെ നല്ല പൂവിട്ട് തുടങ്ങിയ തൈകളാണ്. എങ്കിലും ഒരു 1.5 വർഷം കൊണ്ടൊക്കെയാണ് നിറയെ കായ പിടിച്ചു തുടങ്ങുക. അതിന്റെ ഒരു 4 അടിക്ക് ഹൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഫ്രൂട്ടിന്റെ തൈകൾ എത്തിയിട്ടുണ്ട്. സ്റ്റാർ ഫ്രൂട്ടിന്റെ B70 എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ നല്ല പ്ലാന്റ്സുകളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു 4 അടിക്ക് ഹൈറ്റ് ഉണ്ടാവും. 400 രൂപ റേഞ്ചിലാണ് തൈകൾ കൊടുക്കുന്നത്. ഇത് തായ്ബൽ ചാമ്പയുടെ വലിയ ചാമ്പ ഉണ്ടാകുന്ന തായ്ബൽ ചാമ്പയുടെ തൈകളാണ്. 250 രൂപയ്ക്ക് കൊടുക്കുന്ന തായ്വാൻ പിങ്ക് പേരയുടെ 14-18 കവറിലെ തൈകളാണ്. ജപ്പാൻ പേരയുടെ 300 രൂപ കൊടുക്കുന്ന നല്ല തൈകളും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റംബുട്ടാൻ N80ന്റെ 10-14 കവറിലുള്ള നല്ല അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പ്ലാന്റ്സിനൊക്കെ ഇതേപോലെ ഒട്ടും മണ്ണ് കളയാതെ നല്ല സേഫായി പാക്ക് ചെയ്ത് കൊറിയറായിട്ട് നമ്മൾ കേരളത്തിലും തമിഴ്നാടൊക്കെ അയച്ചു തരുന്നുണ്ട്. കൊറിയർ ചാർജ് ഇതിന് എക്സ്ട്രാ വരുന്നതാണ്. 400-450 റേഞ്ചിലാണ് ഈ തൈകളൊക്കെ വരുന്നത്. ചുങ്കപ്പുര സോഫ്റ്റിന്റെ തൈകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു കുഴച്ചക്കയാണിത്. നല്ല ടേസ്റ്റിയായ കുഴച്ചക്കകൾ ഏറ്റവും ടേസ്റ്റിയായ വെറൈറ്റിയാണിത്. വിയറ്റ്നാം സൂപ്പർ കളിയുടെ മീഡിയം പ്ലാന്റ്സുകളും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം പ്ലാന്റ്സുകളാണ്. 10 വരിക്കയുടെ തൈകളാണ്. റെഡ് കളറിൽ കായ്ക്കുന്ന കേരളത്തിന്റെ റെഡ് ചക്കയാണ് 10 അതിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അത് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തത്. അതുപോലെ ബിഞ്ചായി റംബുട്ടാനും നല്ല പ്ലാന്റ്സുകളാണ്. ബിഞ്ചായി റംബുട്ടാനും റെഡ് കളറിൽ കായ്ക്കുന്ന ഫ്ലഷിൽ നിന്നൊക്കെ കുരു പറഞ്ഞു പോരുന്ന വാണിജ്യാടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ റംബുട്ടാൻ N80 പോലെ സെലക്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു വെറൈറ്റിയാണ് ബിഞ്ചായി. അതിന്റെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. ഗോൾഡൻ റംബുട്ടാൻ E35ന്റെ കുറഞ്ഞ തൈകൾ 10-14 കവറിൽ 400-450 റേഞ്ചിൽ വരുന്ന പ്രൈസ് വരുന്ന തൈകളും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റംബുട്ടാൻ റോങ്റിയാന്റെ തൈകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. അതും നല്ല വലിയ കായകൾ കായ്ക്കുന്ന റംബുട്ടാൻ റോങ്റിയന്റെ തൈകളും എത്തിയിട്ടുണ്ട്.